ഇഷികയെ തിന്നാനായി ഭീമൻ പൂച്ച വരുന്നു. എന്നാൽ അവളെ രക്ഷിക്കാനായി നമ്മുടെ ഹീറോ എലിയുടെ ഡ്രസ്സ് ഇട്ട് പൂച്ചയുടെ ശ്രദ്ധ അവനിലേക്കാക്കുന്നു. ഉടനെ പൂച്ച അവളെ വിട്ടിട്ട് ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. ഇതിനിടയ്ക്ക് ഹീറോ പൂച്ച സംസാരിക്കുന്നതായി കേൾക്കുന്നു. എലിയുടെ ഡ്രസ്സ് ഇട്ടതുകൊണ്ടാണ് പൂച്ച സംസാരിക്കുന്നത് ഹീറോക്ക് കേൾക്കാൻ സാധിക്കുന്നത്. തന്റെ പുറം ചൊറിഞ്ഞു തരൂ, എന്നാലേ തനിക്ക് ഉറങ്ങാൻ സാധിക്കൂ എന്നാണ് പൂച്ച പറയുന്നത്. ഉടനെ ഹീറോ പൂച്ചയുടെ പുറകിലേക്ക് ചാടിക്കയറി പുറം ചൊറിഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഇത് കണ്ട മറ്റുള്ളവരും ഹീറോയെ സഹായിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ പൂച്ച വേഗം ഉറങ്ങി. ഇനി ബോൾ ഹോളിലേക്ക് എളുപ്പം ഇടാം. എന്നാൽ ആ കുട്ടികൾക്കിടയിൽ തർക്കമുണ്ടാകുന്നു. ഈ ബോൾ ഹോളിലേക്ക് ഇടുന്ന ആൾ മാത്രം വിജയിക്കുകയും മറ്റുള്ളവർ മരിക്കുകയും ചെയ്താലോ? അവർക്കിടയിൽ ഇടിയും തർക്കവും ഉണ്ടാകുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന പൂച്ച എഴുന്നേറ്റു. അത് അവിടെയുള്ളവരെ കൊല്ലാൻ തുടങ്ങി. ഉടനെ ഹീറോക്ക് ഒരു ഐഡിയ കിട്ടി. ആ ബോളും ഒരു സാധാ ബാസ്കറ്റ് ബോളും എടുത്ത് ഒരു തുണിയിൽ കെട്ടി. എന്നിട്ട് സാധാ ബാസ്കറ്റ് ബോൾ ഇഷികക്ക് കൊടുത്തു. ഇഷിക ആ ബോൾ പൂച്ചക്ക് നേരെ എറിഞ്ഞു. പൂച്ച ആ ബോൾ ശ്രദ്ധിക്കുന്നതിന് ഇടയ്ക്ക് ആ ടൈമിൽ ഹീറോ ഒറിജിനൽ ബോൾ ഹോളിലേക്ക് എറിഞ്ഞു. എന്നാൽ ആ ബോൾ മിസ്സാവുക